കഴിഞ്ഞ ഒരു മാസത്തോളമായി അതിലെ ഒരു കമ്പി പോലും തിരിച്ചു വെക്കാൻ കഴിയാത്ത നാടൻ കെട്ട MLA ഉള്ള ഇയാൾക്ക് യൂത്ത് കോൺഗ്രസ് ആ ചുമതല ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ ഇന്ന് ആ കൈവരിയിൽ ഒരെണ്ണമെങ്കിലും വെച്ചിട്ടേ നമ്മളിവിടെ നിന്ന് തിരിച്ചു പോകൂ. എത്ര തന്നെ പോലീസായാലും ശരി, തൊട്ടടുത്ത സ്റ്റേഷനുകളിൽ നിന്ന് പോലീസിനെ നിങ്ങൾക്ക് ഇറക്കി കൊണ്ടുവന്നോളൂ, കരുതിക്കോളൂ. പക്ഷേ ഒരു കൈവരിയെങ്കിലും വെച്ച് ഒരു മനുഷ്യ ജീവനെയെങ്കിലും സംരക്ഷിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചാൽ അതാണ് ഞങ്ങളുടെ പൊതുപ്രവർത്തനത്തിന്റെ ഏറ്റവും വലിയ പ്രതിഫലം എന്ന് കരുതുന്നവരാണ് ഞങ്ങൾ. പട്ടാമ്പിയിലെ MLAക്ക് പട്ടാമ്പിയിലെ ജനങ്ങളെ കുറിച്ച് യാതൊരു ചിന്തയുമില്ല. അദ്ദേഹത്തിന് ആകെ അറിയുന്നത് ഉദ്ഘാടനം നടത്തി കുറെ ദിവസം പാലം അടച്ചിട്ട് അതൊരു ചെറിയ റോട്ടിൽ 2 മീറ്റർ കട്ട വിരിക്കാനാണെങ്കിൽ കൂടി മിനിമം 15 ദിവസം അടച്ചിട്ട് പിന്നെ അതിനൊരു ഉദ്ഘാടനം നടത്തി അതിന് PR വർക്കുകാരൻ ഫയർ എഞ്ചിന്റെ മുകളിൽ വരെ കയറി നിന്ന് വീഡിയോ എടുക്കാൻ തയ്യാറാണ്. നമ്മൾ അന്ന് പറഞ്ഞു, ഇന്നും പറയുന്നു, നമ്മുടെ PR വർക്ക് എന്ന് പറയുന്നത്, നമ്മുടെ സിരകളിലെ ഊർജം എന്ന് പറയുന്നത് ഈ മൂവർണ്ണക്കൊടിയാണ്. ഈ മൂവർണ്ണക്കൊടി വിശ്വസിച്ച് നമ്മളെ ഏൽപ്പിച്ച ഈ പട്ടാമ്പിയിലെ ജനങ്ങളാണ്. അവരുടെ താല്പര്യമനുസരിച്ചാണ് നമ്മൾ നാളെ കുറെ കഴിഞ്ഞിട്ടും ഈ ഉണ്ണാക്കന്മാരെ കൊണ്ട് ഒന്നും കഴിയാത്തത് കൊണ്ട്, ഇവന്മാരെ കൊണ്ട് യാതൊന്നിനും കൊള്ളാത്ത തനി മണ്ടന്മാരായ ആളുകളാണ്. അവർക്ക് ടെൻഡറുമില്ല, പാലവുമില്ല. കൈകെട്ടാൻ ഞങ്ങൾ അനുവാദം ചോദിച്ച് 2 ദിവസം നിങ്ങളുടെ പുറകിൽ നടന്നു. നിങ്ങൾക്ക് അവകാശം തന്നിട്ടില്ല. ഒന്നല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇത് അനുമതി നൽകുക, അതല്ലെങ്കിൽ ഇന്ന് 5 മണിക്ക് അവസാനിപ്പിച്ച ടെൻഡർ അത് നാളെ രാവിലെ പുലരുന്നതിന് മുന്നേ പൊട്ടിച്ച് പണി തുടങ്ങാനുള്ള ആർജവം കാണിക്കാൻ ഇവിടുത്തെ ഉദ്യോഗസ്ഥർ കാണിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കടന്നു വന്നിട്ടുള്ള മുഴുവൻ ആളുകളെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഇത് നേതൃത്വം നൽകുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ജയശങ്കർ കൊട്ടാരത്തിൽ അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. ഏറ്റവും പ്രിയപ്പെട്ട സമരാധ്യക്ഷൻ ജയശങ്കർ കൊട്ടാരത്തിൽ, ബഹുമാനായിട്ടുള്ള സുഹൃത്ത് OK ഫാറൂഖ്, പ്രിയപ്പെട്ട സാമിയേട്ടൻ, രാംദാസ് മാഷ്, പ്രിയപ്പെട്ട കമ്മുകുട്ടിയാക്ക് ഉൾപ്പെടെയുള്ള ഷാഫി ഉൾപ്പെടെയുള്ള ബഹുമാന്യ യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരെ, പ്രിയപ്പെട്ടവരെ, സഹപ്രവർത്തകരെ, കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ ഇവിടെ സൂചിപ്പിച്ചു. കഴിഞ്ഞ ഒരു മാസക്കാലമായി ഈ പട്ടാമ്പിയിലെയും തൃത്താലയിലെയും ഒക്കെ
രണ്ട് ജില്ലയിലെ ജനങ്ങൾ വലിയ പ്രയാസത്തിലാണ്. നമുക്കറിയാം, പട്ടാമ്പി താലൂക്കിലേക്കാകട്ടെ, ഹോസ്പിറ്റലിലേക്കാകട്ടെ, കോളേജിലേക്കാകട്ടെ ദിനേന എന്നോണം ആയിരക്കണക്കിന് വിദ്യാർത്ഥികളും യുവജനങ്ങളും വയോജനങ്ങളും കടന്നു വരുമ്പോൾ അവർക്ക് സുഗമമായി യാത്ര ചെയ്യാനോ 1 മണിക്കൂറിൽ കുറയാതെ ബ്ലോക്ക് വരുന്ന ഒരു സാഹചര്യം നമുക്കിവിടെ ഉണ്ടായിട്ടുണ്ട്. എല്ലാ ദിവസവും പല സ്ത്രീകളും സ്വന്തം കൈക്കുഞ്ഞുങ്ങളെ എടുത്ത് കരയുന്ന കാഴ്ച ഞാനും നിങ്ങളും കാണുകയാണ്. ഹോസ്പിറ്റലിൽ പോകാൻ പറ്റാതെ, ഡയാലിസിസ് രോഗികൾ ഡയാലിസിസ് ചെയ്യാൻ പോകാൻ പറ്റാതെ പ്രയാസപ്പെടുമ്പോൾ ആ പ്രയാസത്തെ ഒരുപാട് കാലം നോക്കിക്കൊണ്ട് നിൽക്കാൻ ഇവിടുത്തെ യൂത്ത് കോൺഗ്രസിന് സജ്ജമല്ല, ഒരുക്കമല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ സമരവുമായി നമ്മൾ കടന്നു വന്നത്. വളരെ കൃത്യമായി ഏറ്റവും പാലിക്കേണ്ട എല്ലാ നിയമങ്ങളും പാലിച്ച് എല്ലാ നടപടിക്രമങ്ങളും സ്വീകരിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് ഈ സമരവുമായി കടന്നു വരുന്നത്. ബന്ധപ്പെട്ട അധികാരികൾക്ക് നമ്മൾ നിവേദനം കൊടുത്തു. ആ നിവേദനത്തിന്റെ ഫലമായിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. 1 മാസക്കാലമായി ഈ പാലം ഇനി പണി കഴിപ്പിക്കാൻ വേണ്ടി പോകുന്നവർക്ക് പ്രിയപ്പെട്ടവരെ